ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ 27-ാം ദിവസമായ ഇന്ന് അല്പനേര ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ചതി എന്നതാണ്. ചരിത്രത്തിൽ നമുക്ക് പല ചതികളെയും കാണാൻ സാധിക്കും. അതിനുദാഹരണമാണ് യേശുവിനെ യൂദാസ് 30 വെള്ളിക്കാശിന് ചതിക്കുന്നത്. ഈ ചതി നമുക്ക് മൂന്നായി തരംതിരിക്കാം. ആദ്യമായി, ചതി ദൈവത്തിൻ്റെ വാക്കിനെ മറികടക്കാൻ പ്രേരിപ്പിക്കുന്നു. ആദ്യ പുസ്തകത്തിൽ പാമ്പിൻ്റെ രൂപത്തിൽ വരുന്ന സാത്താൻ ഹൗവയെ ചതിക്കുന്നുണ്ട്. ദൈവത്തെ പോലെ ആകാനുള്ള പാമ്പിൻ്റെ പ്രലോഭനം ദൈവത്തിൻ്റെ വാക്കിനെ മറികടക്കാൻ പ്രേരിപ്പിച്ചു. അറിവിൻ്റെ വൃക്ഷഫലം ഹൗവയ്ക്ക് നൽകി പാമ്പ് അവരെ പാപത്തിൽ തള്ളിയിട്ട് ചതിച്ച് സാത്താൻ ചിരിക്കുന്നു. രണ്ടാമതായി, ചതിക്ക് കാരണം ദുരാഗ്രഹമാണ്. ഇസഹാക്ക് തൻ്റെ മൂത്ത മകനോട് വേട്ടയിറച്ചി കൊണ്ടുവരാൻ പറഞ്ഞ കേട്ട റബേക്ക, ഏശാവ് വേട്ടയാടാൻ പോയ തക്കത്തിൽ തൻ്റെ ഇളയ മകനായ യാക്കോബിനെ കൊണ്ട് ഏശാവിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ആട്ടിൻകുട്ടിയെ കറിവെച്ച് വേട്ടയിറച്ചിയെന്ന് പറഞ്ഞ് അതിനെ നൽകുകയും രോമങ്ങൾ ദേഹത്ത് പൊതിഞ്ഞ് ഏശാവിൻ്റെ രൂപത്തിൽ ഇസഹാക്കിൻ്റെ അടുക്കൽ ചെല്ലുകയും ചെയ്തു. അതുപോലെ തന്നെ ഉൽപ്പത്തിയിൽ യാക്കോബിൻ്റെ ജ്യേഷ്ഠനായ ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശവും തട്ടിയെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചതിപ്രയോഗങ്ങളിലൂടെ യാക്കോബ് തൻ്റെ ദുരാഗ്രഹങ്ങൾ നേടിയെടുക്കുകയാണ്. മൂന്നാമതായി, ചതിക്ക് പകരം ചതി ലഭിക്കുന്നു. സ്നേഹം നടിച്ച് ചതിക്കാനായി സ്നേഹത്തെ മറയാക്കുക. സ്വന്തം സഹോദരനെ സ്നേഹം നടിച്ച് വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈൻ ഹാബേലിനെ ചതിക്കുന്നു. പല ചതിക്കും കാരണം ദുരാഗ്രഹമാണ്. വഞ്ചകരോടുള്ള പ്രതികാരം ഒന്നിനും ഒരു പരിഹാരമല്ല. അത് മുറിവുകളെ വലുതാക്കുകയും ചെയ്യുന്നു. ക്ഷമിക്കുക, മറക്കുക എന്ന ദൈവഗുണമാണ് നമുക്ക് വേണ്ടത്. ഈ നോമ്പുകാലത്തിൽ ആരെയും ചതിക്കാതെ യേശുവിനെ പോലെ സ്നേഹിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.